ഹലോ, ടാരോ വിത്ത് അനല. നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ അല്ലയോ എന്നുള്ളതാണ്. ഇത് പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. കാർഡ്സ് ഓൾറെഡി ഷഫിൾഡ് ആണ്. നമുക്ക് ഇത് ഏതൊക്കെ കാർഡ്സാണ് വന്നിട്ടുള്ളത് നോക്കാം. ഡബിൾ കാർഡ്, 6 ഓഫ് സ്വർഡ്സ്, 3 ഓഫ് കപ്സ്, 10 ഓഫ് വോൺസ്, 2 ഓഫ് സ്വർഡ്സ്, പേജ് ഓഫ് കപ്സ് ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് മൊത്തത്തിലൊരു സംശയകരമായ ഒരു റീഡാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അവർ ട്രൂ ഫീലിങ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഡെവിൾ കാർഡാണ്. ഒരു അൺഹെൽത്തി അറ്റാച്ച്മെൻ്റ് ആണ് അവർക്ക് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഓബ്സസ്ഡ് ആയിട്ടുണ്ടാവാം, പക്ഷേ അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണ്. എത്ര ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞാലും ഒരു ലെവൽ കഴിയുമ്പോൾ ഒരാളുടെ മേൽ മറ്റൊരാൾ ഒബ്സസ് ചെയ്യുന്നത് അത് അൺഹെൽത്തി തന്നെയാണ്. അത് സ്നേഹമെന്നൊക്കെ പറയപ്പെടുമെങ്കിലും അതൊരു നല്ല രീതിയിലുള്ള ഒരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് നിങ്ങളോടുള്ളത് കൂടുതലും ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമായിരിക്കാം. ഒരു ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു എനർജി ഇതിലങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ. ഡിപ്പെൻഡൻസി ഉണ്ടാവാം ഒരുപക്ഷെ. എല്ലാ കാര്യത്തിനും നിങ്ങൾ വേണം, എന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, ആ രീതിയിലൊക്കെ ആയിരിക്കാം പോകുന്നത്. നിങ്ങളത് ഒരുപക്ഷെ സ്നേഹമായിട്ട് നിങ്ങളതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം. ചെറിയ രീതിയിലുള്ള ഡിപ്പെൻഡൻസി നല്ലതാണ്, പക്ഷേ അതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ അതൊരു അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിട്ടാണ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കാം. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു പക്ഷേ പരാതികൾ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അവർ കുറച്ച് ഇമോഷണലി വിട്ടു നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. എന്നിട്ട് വീണ്ടും സാധിക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, നീ കൂടെ വേണം, എന്നാലേ എനിക്ക് പറ്റുള്ളൂ, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ടാവാം. അവർ നിങ്ങളെ കാണിക്കുന്നത് അവർ മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ്. അത് പക്ഷേ ഈ റിലേഷൻ്റെ ഒരു സൈഡ് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് കാർഡ്സ് പറയുന്നത്. അവർക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ മുന്നിൽ അവർ വളരെ വിഷമമായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് അവരുടെ പ്രൈവറ്റ് ലൈഫിൽ അവരവരുടെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുകയായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള ചാൻസും ഇവിടെയുണ്ട്. ഇത് എല്ലാവർക്കും ആണെന്ന് ഞാൻ അടച്ചു പറയുന്നില്ല. ഈ ഒരു എനർജി വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കിത് പറയാതെ പോകാനും കഴിയില്ല. ഇത് നിങ്ങളെ പേടിപ്പിക്കാനോ ടെൻഷൻ അടുപ്പിക്കാനോ ഉള്ള ഒരു ശ്രമമായിട്ട് നിങ്ങൾ കാണരുത്. കാർഡ്സിൽ വന്നിട്ടുള്ള കാര്യം നിങ്ങളോട് റിവീൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതെങ്കിൽ നിങ്ങൾ അനാവശ്യമായ സംശയങ്ങളുടെ പേരിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും എനിക്ക് പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സംശയങ്ങളുണ്ട്, നിങ്ങളുടെ ബന്ധം നല്ല രീതിയിലല്ല പോകുന്നത്, നിങ്ങളുടെ ഗ്രോത്തിനും സന്തോഷത്തിനും അല്ല ഈ റിലേഷൻഷിപ്പിൽ പ്രാധാന്യമുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പടി പുറകോട്ട് ഇറങ്ങി നിന്ന് ഈ റിലേഷൻഷിപ്പിനെ നിങ്ങളൊന്ന് വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചില സമയങ്ങളിൽ അവരിതൊരു ഭാരമായിട്ടൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് എങ്ങനെ ഇത് സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ടെൻഷനായിരിക്കാം അവർക്കുള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പല ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല. ചില കാര്യങ്ങൾ പറഞ്ഞു തന്നെ തീർക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നുണ്ട്. ഹേർട്ടാവും, അല്ലെങ്കിൽ ഈ റിലേഷൻ ഉടഞ്ഞു പോകും എന്നുള്ള ഒരു പേടി കൊണ്ട് നിങ്ങൾ ചില ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺവെർസേഷൻസ് ഒഴിവാക്കി നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ചില ഫീലിങ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടാവില്ല, ഇത് നഷ്ടപ്പെട്ടു പോയാലോ എന്ന് പേടിച്ചിട്ട്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങനെ തന്നെയായിരിക്കാം. അതും ഈ ബന്ധം മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതാണ്. യഥാർത്ഥ പ്രശ്നങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. വൺസ് യു ടേക്ക് ഔട്ട് ഓൾ ദോസ് ഇഷ്യൂസ്, നിങ്ങൾക്കിതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ രണ്ട് കൂട്ടരും ഇമോഷണലി വൾണറബിളാണ്. അതായത് മറ്റൊരാളുടെ സ്നേഹം, അംഗീകാരം, വാലിഡേഷൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്തത്. പൂർണ്ണമായിട്ടും മെച്യൂറായിട്ടുള്ള മൈൻഡുള്ള ഒരാൾക്ക് മറ്റുള്ളവരുടെ സ്നേഹത്തിനും അംഗീകാരത്തിനും വാലിഡേഷനും വേണ്ടി ആഗ്രഹിക്കുമെങ്കിൽ പോലും അതില്ലെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ കേസിൽ പേജ് ഓഫ് കപ്സ് ആണ് നമുക്ക് ഈ റിലേഷനിലുള്ള ഓബ്സ്റ്റക്കിളായിട്ട് വരുന്നത്. അതായത് രണ്ടുപേരും ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിട്ടുമാറാൻ കഴിയുന്നില്ല. കാരണം എത്ര അൺഹെൽത്തി ആണെന്ന് പറഞ്ഞാലും ഈ റിലേഷൻ ചില സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഐ ഹാവ് സംബഡി ടു ടോക്ക് ടു, എനിക്ക് സംസാരിക്കാനും എന്നെ ആശ്വസിപ്പിക്കാനും എൻ്റെ വിഷമങ്ങൾ കേൾക്കാനും എനിക്കൊരാളുണ്ട് എന്നുള്ള അവസ്ഥ ആയതുകൊണ്ടാണ് നിങ്ങളത് വിട്ടുപോകാത്തത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് മറ്റേയാളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇട്ടിട്ട് പോകാൻ കഴിയില്ല. സോ ബേസിക്കലി ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ എല്ലാവിധ ടോക്സിസിറ്റിയും എല്ലാവിധ നെഗറ്റിവിറ്റിയും സഹിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പോൾ ഒരാളുടെ മാത്രം കുറ്റാവണമെന്നില്ല, രണ്ടുപേരും അങ്ങനെയായിരിക്കാം. പോകുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമോഷണലി നിങ്ങൾ രണ്ടു കൂട്ടരും വൾണറബിളാണ്. സ്നേഹം ആവശ്യമുള്ളവരാണ്. എല്ലാ മനുഷ്യർക്കും സ്നേഹം ആവശ്യമുണ്ട്. പക്ഷേ ചില മനുഷ്യർക്ക് മറ്റൊരാളുടെ സ്നേഹം ഇല്ലാതെ, അവരുടെ അംഗീകാരവും സപ്പോർട്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതൊക്കെ ഒരു ട്രോമയുടെയൊക്കെ റിസൾട്ടായിട്ടാണ്. നമ്മൾ ചെറുപ്പകാലത്ത് സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ, അങ്ങനെ അടുത്ത സഹോദരങ്ങൾ, അങ്ങനെയുള്ള ബോണ്ടുകൾ സ്ട്രോങ് അല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ പലർക്കും ഇങ്ങനൊരു അവസ്ഥ വരാം. വലുതായി കഴിയുമ്പോൾ കമ്മിറ്റഡ് ആയി പോകുന്ന ആളുകളുമായിട്ട് അവരില്ല എത്ര തന്നെ ബുദ്ധിമുട്ടുള്ള റിലേഷൻ ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. അതൊരു അറ്റാച്ച്മെൻറ്റ് പാറ്റേൺ ആണ്. പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റുകളുണ്ട്. അതിൽ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് അത്. നമ്മൾ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള പേടി കൊണ്ട് എല്ലാവിധ ടോക്സിസിറ്റികളും എല്ലാവിധ നെഗറ്റിവിറ്റികളും അറിഞ്ഞുകൊണ്ടും സഹിച്ചുകൊണ്ടും മുന്നോട്ട് പോവുക. ആ പാറ്റേണിൽ നിന്ന് നിങ്ങൾക്ക് ആ പാറ്റേൺ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമങ്ങൾ എടുക്കേണ്ടതാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ പൈസ ഇടപാട് വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഈ പേഴ്സൺ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാകാനായിട്ട് സാധ്യതയുണ്ട്. ആ ആളുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി, അയാൾക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ആണോ ഈ റിലേഷൻ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതും ആലോചിക്കണം. ഐ എം സോറി, ഇത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു റീഡാണ്. എനിക്ക് പോസിറ്റീവായിട്ടൊന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു, ഇത് കാണുന്ന ഒരാളെയെങ്കിലും അവരുടെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ യൂണിവേഴ്സ് എന്നിൽ കൂടെ ഇത് പറയുകയാണ് എന്നാണ് ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് ഇത് പറയുന്നത്. എനിക്കറിയാം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. കുറച്ച് പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ചിലർ തിരിച്ചറിയാതെ ഈ ബന്ധത്തിൽ പോകുന്നുണ്ടായിരിക്കാം. എങ്ങനെയായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് പോസ് ചെയ്യുക, ആലോചിച്ച് നോക്കുക. ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടതാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ യു ഓൾവേസ് ഹാവ് ദറ്റ് ചോയ്സ് ടു വോക്ക് ഔട്ട്. നിങ്ങൾക്കതിൽ നിന്ന് വിട്ടുമാറാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ട്. ഓക്കെ, ഒരുപാട് മാനസികമായിട്ട് പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ജനറൽ റീഡിംഗ് വെച്ച് മാത്രം തീരുമാനം എടുക്കാതെ, ക്ലാരിറ്റി കിട്ടുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു നല്ല റീഡറുടെ അടുത്ത് നിന്ന് ഒരു റീഡിംഗ് നിങ്ങൾ എടുക്കുക. എൻ്റെ അടുത്ത് തന്നെ വരണം ഞാൻ നിങ്ങളോട് ഒരിക്കലും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു റീഡറുടെ അടുത്ത് പോയിട്ട് റീഡിംഗ് എടുക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് കാര്യങ്ങൾ വൃത്തിയായി തുറന്നു പറഞ്ഞിട്ട് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ, ഈ റിലേഷന് മുന്നോട്ട് പോകണോ അതോ അതിൽ നിന്ന് ഞാൻ ബാക്ക് ഓഫ് ചെയ്യണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഐ എം സോറി ഫോർ യു ഗൈസ്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് തരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം. താങ്ക് യു. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ എന്നുള്ളതാണ്. ഇത് പൈൽ 2ൻ്റെ റീഡിംഗ് ആണ്. കാർഡ്സ് ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സ് നമുക്ക് റിവീൽ ചെയ്യാം. 7 ഓഫ് സോർഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, മജീഷ്യൻ കാർഡ്, ടെമ്പറൻസ് കാർഡ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, മൂൺ കാർഡ് ആൻഡ് ലവേഴ്സ് കാർഡ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ട്രൂ ഫീലിങ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് 7 ഓഫ് സ്വോർഡ്സ് ആണ്.
ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അത് പറയുന്നതിന് മുമ്പ് മറ്റു കാർഡ്സ് കൂടി ഒന്ന് നോക്കാം. അവർ നിങ്ങളോട് കാണിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് അവർ കുറച്ച് മാറിയൊക്കെ നിൽക്കുന്നുണ്ടാവാം. നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ മറച്ചു പിടിച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ഉള്ളതായിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. ചില കാര്യങ്ങൾ അവരിപ്പോഴും നിങ്ങളോട് തുറന്ന് പറയാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞാൽ റിജക്റ്റഡ് ആയാലോ എന്ന് പേടിച്ചിട്ടാവാം ഒരു പക്ഷേ അവർ മുഴുവൻ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഒറ്റപ്പെട്ട ഒരാളെ പോലെ അവർ നിങ്ങളുടെ മുന്നിൽ അങ്ങനെയായിരിക്കാം അവരെ തന്നെ അവർ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുള്ളത്. വേദനിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലായിരിക്കും അവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതും. പക്ഷേ അവർ ഒരു മജീഷ്യൻ എനർജിയിലാണ് ഉള്ളത്. ഈ റിലേഷൻ്റെ മേൽ അവർക്ക് എന്തുമാത്രം കൺട്രോൾ ഉണ്ട് എന്നുള്ള കാര്യം അവർക്കറിയാം. അവർ കുറച്ചൊരു മാനിപ്പുലേറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും അങ്ങനെ മോശപ്പെട്ട ഒരു ആളാണെന്ന് പറയാനും സാധിക്കില്ല. ഇവിടെ ഒരു മിക്സഡ് എനർജിയാണ് വന്നിട്ടുള്ളത്. നെഗറ്റീവ് കാർഡ്സ് ഉണ്ട്, പോസിറ്റീവ് കാർഡ്സും ഉണ്ട്. മിക്സഡ് എനർജിയാണ് വരുന്നത്. അതായത് മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഈ റിലേഷൻ്റെ മേൽ അവർക്കുള്ള കൺട്രോൾ കളയാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കണം എന്നൊക്കെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതേസമയം തന്നെ എനിക്കൊരു ചെറിയൊരു സംശയകരമായൊരവസ്ഥ ഉള്ളതെന്ന് പറയുന്നത്, ഇതിന് മുൻപുണ്ടായ അവരുടെ ഒരു എന്തെങ്കിലും ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വേദനയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നിങ്ങളെ അവരൊരു ഓപ്ഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ ഈ വ്യക്തി പൂർണ്ണമായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരാളുമല്ല. അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണ്ട സമയത്ത് നിങ്ങളിൽ നിന്നത് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നതായിരിക്കാം. നിങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ മജീഷ്യൻ എനർജിയുടെ ഒരു ഇമ്പാക്റ്റാണ്. ഈ റിലേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട്. അതേസമയം തന്നെ നിങ്ങളുടെ റിലേഷനിൽ ഒരുപാട് ക്ലാരിറ്റി കുറവ്, ഒരു ഉറപ്പില്ലായ്മ, എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇതെല്ലാം ഉണ്ട്. മൂൺ കാർഡ് അതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അവസാനമായിട്ട് ഉള്ള നമ്മളുടെ ഗൈഡൻസ് കാർഡ് അല്ലെങ്കിൽ അവരുടെ ട്രൂ ഇൻറ്റൻഷൻ കാർഡ് എന്ന് പറയുന്നത് ലവേഴ്സ് കാർഡാണ്. അതൊരു പോസിറ്റീവ് എനർജിയാണ്. പക്ഷേ ഇതിൽ നെഗറ്റീവ് എനർജികളും വന്നിട്ടുള്ളത് കൊണ്ട് എത്രയൊക്കെ പോസിറ്റീവാണെന്ന് പറഞ്ഞാലും നിങ്ങളോട് ഈ റിലേഷനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതെ കുറച്ചൊരു കൺട്രോളിംഗ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളറിയാതെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പൈൽ നമ്പർ 1 പോലെ ഉടനെ തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ കാണുന്നില്ല. മിക്സഡ് എനർജിയാണ് ഇവിടെ കാണുന്നത്. ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ പൊതുവെ പോസിറ്റീവ് മീനിങ് ആണെങ്കിലും ഇവിടെ മിക്സഡ് എനർജി ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ ചോയ്സാണ്. കാര്യങ്ങൾ പറഞ്ഞ് ധാരണയോടെ മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മുന്നോട്ട് പോയി നോക്കാവുന്നതാണ്, ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം എടുക്കാം. ആ ആൾ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണോ, അതോ ആ ആളുടെ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിയണ്ട എന്ന് അവർ വിചാരിക്കുന്ന നിരുപദ്രവകരമായ കാര്യങ്ങളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നമുക്ക് മറ്റൊരാളുടെ പാസ്റ്റിൽ ചെന്നിട്ട് തിരുത്താനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ മാത്രമേ കുഴപ്പങ്ങൾ ഉള്ളുവെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ല, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അവർ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ സ്റ്റാൻഡ് മാറ്റേണ്ടതാണ്. തീരുമാനം നിങ്ങളുടെയാണ്. ബിക്കോസ് യു ഹോൾഡ് ദ പവർ. നിങ്ങൾക്കിപ്പോഴും ഈ റിലേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പവർ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിങ്ങൾക്കിപ്പോഴും തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഒരു അവബോധവും നിങ്ങൾക്കുണ്ടെന്ന് തന്നെയാണ് ഈ എനർജിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി കമൻസിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു.